ക്രൈം 101 തിയേറ്ററിൽ കണ്ടാൽ മുതലാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഹേസ്റ്റ് സിനിമകൾ. അപ്പോൾ ആ ഹേസ്റ്റ് സീക്വൻസ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയി എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമ. അതല്ലെങ്കിൽ നായകൻ ഇതുപോലെ ഒരു ഹേസ്റ്റ് പടം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു റോബർ അല്ലെങ്കിൽ തീഫ് ആയിരിക്കുമല്ലോ, അപ്പോൾ പുള്ളിനെ ഭയങ്കര സ്റ്റൈലിഷിൽ ഭയങ്കര സ്വാഗിൽ ആർക്കും പിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭയങ്കര അങ്ങനെ ആ രീതിയിൽ കാണിക്കുന്ന. പിന്നെ നായകൻ അന്വേഷിക്കുന്ന ഒരു പോലീസുകാരനാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉണ്ടല്ലോ, ഇത് വളരെ ത്രില്ലിംഗ് ആയിട്ട് കാണിക്കുന്ന ഇങ്ങനെയുള്ള സിനിമകളാണ് പൊതുവേ നമ്മളൊരു ഹേസ്റ്റ് ജോണറിൽ വരുന്ന സിനിമകളിൽ കാണുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ എൻഗേജിങ് ആയി നല്ലൊരു ക്യാരക്ടർ സ്റ്റഡി നടത്തി തൃപ്തികരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയാണ് ക്രൈം 101. ക്രിസ് ഹെംസ്വർത്ത് ആണ് നായകൻ. ഇതിലെ മൈക്ക് എന്ന് പറയുന്ന മൈക്ക് ജെയിംസ്, രണ്ട് പേരുണ്ട് ഈ ക്യാരക്ടറിന്. അപ്പോൾ തുടക്കം തന്നെ ഇതിനകത്തൊരു ഹേസ് സീക്വൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നായകന്റെ മോട്ടീവ് എന്താണ്, പുള്ളിയുടെ പാറ്റേൺ എന്താണ്, ഇത്രയും കാര്യങ്ങളെല്ലാം ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതായത് എത്ര വലിയ കവർച്ച, എത്ര അതിന്റെ വാല്യൂ തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിൽ പോലും ഏതാണ് പുള്ളിയുടെ മോഡസ് ഓപ്പറാൻഡി എന്നുള്ളതും പുള്ളിക്ക് നോ വയലൻസ് പോളിസിയാണ്. അതായത് ഒരു രീതിയിലും രക്തം ചൊരിയാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് പോളിസി ഉള്ള ഒരു നായകൻ. അപ്പോൾ ഈ നായകന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നെ പുള്ളി വിചാരിക്കുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. പ്രധാനമായിട്ടും ഈ പടത്തിൽ 4 ക്യാരക്ടേഴ്സാണുള്ളത്. ഒന്ന് നായകനായിട്ടുള്ള, അതായത് ഒരു കള്ളനായിട്ടുള്ള ക്രിസ് ഹെംസ്വർത്തിന്റെ ക്യാരക്ടറാണ്. പിന്നെ ഉള്ളത് മാർക്ക് റുഫല്ലോ, ഓഫ് കോഴ്സ് പുള്ളി പോലീസുകാരനായിരിക്കും. അപ്പോൾ പുള്ളി ഏതൊക്കെ രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നത്, പുള്ളിയുടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. കാരണം പുള്ളി ഒരു എന്താണ് ശരിക്കും ഇയാളൊരു നല്ല ക്യാരക്ടറാണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടറാണോ, എന്താണ് എന്നുള്ളൊരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ അത് പലപ്പോഴായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. പക്ഷേ വളരെ നാച്ചുറൽ ആയിട്ടാണ് ഈ പടത്തിൽ പോകുന്നത്. കാരണം ചില ആളുകളുണ്ട്, ചില സമയത്ത് അയാൾ ഭയങ്കര ബാഡായിട്ട് പെരുമാറും, ചില സമയത്ത് വളരെ നന്നായിട്ട് പെരുമാറും. അങ്ങനെയൊക്കെയാണല്ലോ ലോകം. അപ്പോൾ അതൊക്കെ ആ രീതിയിലാണ് വരുന്നത്. പിന്നെ ഹാലി ബെറിയുടെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ക്ലീശേ സംഭവമാണ്, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ അതൊക്കെ നൽകാമെന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം കണ്ട, അതായത് സെൻഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ റേച്ചൽ മക്ആഡംസിന്റെ ക്യാരക്ടർ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനിൽ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ നമ്മൾ ഡിസേർവ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും കിട്ടാതെ വരുന്നുണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഹാലി ബെറിയുടെ ക്യാരക്ടറിൽ. അത് ഈ സിനിമയിലെ ആ ഒരു കഥ അതിനകത്തൊക്കെ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ആവുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെയുള്ളത് ബാരി കോഗൻ ഇതുപോലെ ഒരു കള്ളനാണ്. പുള്ളിയുടെ ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ അരിശം വരും. പുള്ളി ഒരു ബൈക്കർ ഗെറ്റപ്പിൽ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഫുൾ ടൈം ബൈക്കിൽ നടക്കുന്ന പുള്ളിയുടെ ആ ഒരു അറഗൻസ്, പുള്ളി കാണിക്കുന്ന വയലൻസ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രീനിൽ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അരിശം വരും. അത് തന്നെയാണ് സിനിമാക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുള്ളി അത് പെർഫെക്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറും ഈ പറഞ്ഞ ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പൊ ഞാൻ തന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ളത് ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൊക്കെ വരുമ്പോൾ കാണുമ്പോഴേക്കും ഈ ക്യാരക്ടർ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ക്യാരക്ടേഴ്സുമാണ് ഈ പടത്തിലുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഇതിൽ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയാണ്. അപ്പോൾ ഇതിലെ ക്രിസ് ഹെംസ്വർത്തിന്റെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള മൈക്ക് അല്ലെങ്കിൽ ജെയിംസ് എന്ന് പറയുന്ന ക്യാരക്ടർ, അപ്പോൾ അയാളൊരു കള്ളനാണ്. അപ്പോൾ അയാൾക്ക് എന്തുകൊണ്ടാണ് അയാൾ കള്ളനായെന്നുള്ള ഒരു ബാക്ക് സ്റ്റോറി തുടങ്ങിയ കാര്യങ്ങളൊന്നും, അങ്ങനെ ഫ്ലാഷ് ബാക്ക് സീക്വൻസും കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി പറയുന്നതും പുള്ളിയെക്കുറിച്ച് ബാക്കിയുള്ളവർ പറയുന്നതും അങ്ങനെയുള്ള ചില ഫോൺ കോൺവെർസേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഹാലിബെറിയുടെ ക്യാരക്ടർ. ഹാലിബെറിയുടെ ആ ഒരു കോർപ്പറേറ്റ് ലൈഫ്, അതിനകത്ത് ഇതിൽ ഒരു ക്ലയന്റ് ഉണ്ട്. ആ ക്ലയന്റിനെ ഒരു മറ്റേ നുണ പറയുന്നു പരിശോധിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, എന്തോ പോളിഗ്രാഫിക്കോ, ആ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഒരു മൈഗ്രന്റ് ക്യാരക്ടറാണ്. ആ മൈഗ്രന്റ് ക്യാരക്ടർ ഹാലിബെറിനോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് കൊടുക്കുന്ന റിയാക്ഷൻ, ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലൈഫ് കൺവേ ചെയ്യുന്നു. എലോണാണ്, ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഓഫ് കോഴ്സ് മാർക്ക് റൂഫലോയുടെ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ പോലീസ് ക്യാരക്ടേഴ്സിനൊക്കെ ഇത് അവരുടെ ദാമ്പത്യ ജീവിതം അത്ര പ്രോപ്പർ ആയിരിക്കില്ല, ഡിവോഴ്സ് ആയിരിക്കും. ആ രീതിയിൽ അങ്ങനെയുള്ള സെയിം ക്ലീഷയൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ പോലും അതൊരു വേറെ ഡയമെൻഷനിലാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ക്രിസ് ഹെംസ്വർത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ലൈഫ് എന്ന് പറയുന്നത്, പുള്ളിക്ക് കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം തീഫാണല്ലോ. അപ്പോൾ പുള്ളി ഒരു കള്ളനായതുകൊണ്ട് ഒരുപാട് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പുള്ളിക്ക് എങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് പുള്ളിയുടെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പുള്ളി എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്ഥിരമായിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ് പുള്ളിക്കാരിയോടാണ് സംസാരിച്ചിരിക്കാൻ താല്പര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ സ്ഥിരം വരുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് പോലും വരുന്നില്ല. അങ്ങനെയാണ് മോണിക്ക ബാർബറയുടെ ക്യാരക്ടർ ഈ സിനിമയിലേക്ക് വരുന്നത്. അതായത് ഇയാൾ ഇന്റൻഷനലി വേറൊരാളുടെ അടുത്ത് പോയി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറേ അല്ല ക്രിസ് ഹെംസ്വർത്തിന്റെ. ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ ആ ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഈ മോണിക്കയുടെ ക്യാരക്ടറിന്റെ കാറായിരിക്കും. അപ്പൊ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ഡേറ്റിന് വിളിക്കുന്ന, അതായത് ഇയാളുടെ ലൈഫിലേക്ക് ഒരാൾ വരുന്നതെന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ വളരെ നൈസായിട്ട് തന്നെയാണ് ഈ പടം പോകുന്നത്.
2 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ട് ഈ സിനിമ. പക്ഷെ എവിടെയും ബോറടിക്കാതെ ഈ സമയം മുഴുവൻ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇമോഷണൽ ജേർണി ഉണ്ടല്ലോ, അതിലൂടെ കഥ പറയുന്ന എന്നാൽ അത്യാവശ്യം എൻഗേജിങ് ആയിട്ടുള്ള ആ രീതിയിലേക്കാണ് പോകുന്നത്. പിന്നെ പടത്തിന്റെ ഫൈനൽ ആക്ട് എന്ന് പറയുന്നത് അത് കുറച്ച് ദുർബലമാണെന്ന് തന്നെ പറയാം. കാരണം വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടൊരു കാര്യമാണ്. ആ ഒരു എൻറ്റയർ സീക്വൻസിൽ എന്ത് നടക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഊഹിക്കാവുന്നതും വളരെ വളരെ ഒട്ടും സ്ട്രോങ് അല്ലാത്തൊരു സംഭവമാണ് ഫൈനൽ ആക്ട് ആയിട്ട് വരുന്നത്. പക്ഷെ ആ ഫൈനൽ ആക്ടിൽ മാർക്ക് റൂഫല്ലോ ആ കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സീക്വൻസ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെയുള്ളൊരു സിനിമയാണ് ക്രൈം 101.